വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് കടന്നാൽ ഓപ്പറേഷൻ സിന്ദൂറിൽ വീരമൃത്യു വരിച്ച 6 സൈനികരുടെ പേരുകൾ ആദ്യമായി പുറത്തുവിട്ട ഇന്ത്യ. 2025 നടന്ന വിവിധ സൈനിക നടപടികൾക്കിടെ വീരമൃത്യു വരിച്ചവരുടെ പേരുകൾക്കൊപ്പമാണ് ഓപ്പറേഷൻ സിന്ദൂറിൽ കൊല്ലപ്പെട്ടവരുടെ പേരുകളും പുറത്തുവിട്ടത്. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കശ്മീരിലെയും ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ എ തോയ്ബ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. 4 ദിവസമാണ് നീണ്ടുനിന്നത്. അജയ് സുധാ ബിജു ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. അജയ്, ഇത്രയും നാൾ നമ്മൾ രഹസ്യമാക്കി വെച്ചിരുന്നു ഈ സൈനികരുടെ പേര് വിവരങ്ങൾ. ഇപ്പോൾ ആരൊക്കെയാണ്, അവർക്കുള്ള ആദരം അത് രാജ്യം അർഹമായ വിധത്തിൽ നൽകും? രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ 2025 വിവിധ സൈനിക നടപടികളിൽ ജീവൻ നഷ്ടമായ ഇന്ത്യൻ സൈനികരുടെ പേരുവിവരങ്ങളാണ് നിലവിൽ പുറത്തുവിട്ടിട്ടുള്ളത്. അതിലാണ് ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ജീവൻ നഷ്ടമായ സൈനികരുടെ പേരും നിലവിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഇവരുടെ പേരുകൾ ഡൽഹിയിലുള്ള യുദ്ധസ്മാരകത്തിൽ ആലേഖനം ചെയ്യും. അവിടെയുള്ള ത്യാഗ് ചക്ര എന്ന് പറയുന്ന ബലിചക്രത്തിലായിരിക്കും ഇവരുടെ പേരുകൾ ഉൾപ്പെടുക. സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം വീരമൃത്യു വരിച്ചിട്ടുള്ള സൈനികരുടെ പേരുകൾ ആലേഖനം ചെയ്യാനായി മൊത്തം 16 ഗ്രാൻഡ് ചുവരുകളാണ് ഡൽഹിയിലുള്ള ഈ ഒരു യുദ്ധസ്മാരകത്തിൽ സ്ഥാപിച്ചിട്ടുള്ളത്. അത്തരത്തിൽ ഈ 16 ഗ്രാൻഡ് ചുവരുകളിലൊന്നിൽ ഈ സൈനികരുടെ പേരും അതുപോലെ തന്നെ അവരുടെ പോസ്റ്റും ഉൾപ്പെടെ ഇന്ത്യ പ്രസിദ്ധീകരിക്കും. ഇപ്പോൾ ഈ 6 പേരുടെ പേര് വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഇതിൽ 5 പേർ കരസേനയിൽ നിന്നുള്ളവരും ഒരാൾ വ്യോമസേനയിലുള്ള ഒരു ഉദ്യോഗസ്ഥനുമാണ്. കരസേനയിൽ നിന്ന് സുബേദാർ മേജർ പവൻ കുമാർ, അതുപോലെ റൈഫിൾമാൻ സുനിൽ കുമാർ, ലാൻഡ് നായിക് ദിനേശ് കുമാർ, അഗ്നിവീർ മുരളി നായിക്, ഹവിൽദാർ സുനിൽ കുമാർ സിംഗ് എന്നിവരാണ് ഈ കൊല്ലപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥർ. അതുപോലെ വ്യോമസേനയിലുള്ള സർജന്റ് സുരേന്ദ്രകുമാർ എന്നുള്ള ഒരു ഉദ്യോഗസ്ഥനും കൊല്ലപ്പെട്ടതായി ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള പേരുവിവരങ്ങളിലുണ്ട്. ഇവർ ഏതൊക്കെ ഇപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ 2025 മെയ് 7-നാണ് ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിക്കുന്നത്. അതിൽ ഏത് ദിവസം ഏത് ഓപ്പറേഷനിലാണ് ഇവർ കൊല്ലപ്പെട്ടിട്ടുള്ളത് എന്നുള്ള വിവരങ്ങളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അതൊക്കെ ഇപ്പോഴും കോൺഫിഡൻഷ്യലാണ്. 2025 ഏപ്രിൽ 22-ന് ഈ പഹൽഗാമിൽ വെച്ച് നടന്ന ഒരു തീവ്രവാദി ആക്രമണത്തിന് തിരിച്ചടിയായിട്ടാണ് ഇന്ത്യ പാകിസ്ഥാനിലുള്ള ലഷ്കർ ഇ തോയ്ബ ഭീകര കേന്ദ്രങ്ങളിലേക്കും അതുപോലെ മറ്റ് ഭീകരരുടെ സങ്കേതങ്ങളിലേക്കും കടുത്ത ആക്രമണം നടത്തിയത്. ദിവസങ്ങളോളം അത് നീണ്ടു നിന്നിരുന്നു. അന്ന് വീരമൃത്യു വരിച്ച ഉദ്യോഗസ്ഥരുടെ പേരുവിവരങ്ങളും മറ്റുമൊന്നും ഇന്ത്യ ഇപ്പോൾ ഇന്നേ വരെ പുറത്തുവിട്ടിട്ടില്ല. ഇപ്പോൾ ഇന്നാണ് ഈ 6 ഉദ്യോഗസ്ഥരാണ് കൊല്ലപ്പെട്ടിട്ടുള്ളതെന്നും അവരുടെ പേരും അതുപോലെ തന്നെ അവരുടെ ഡെസിഗ്നേഷനും ഉൾപ്പെടെ ഇന്ത്യ വിശദമായിട്ടുള്ള വിവരങ്ങൾ നിലവിൽ പുറത്തുവിട്ടിട്ടുള്ളത്. ശരി അജയ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.